رسول الله. മുമ്പ് ചെയ്ത വീഡിയോയിൽ കമന്റ് ആയിട്ട് വന്നൊരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ ചോദ്യമാണ് ഇപ്പൊ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത്. അദ്ദേഹം തന്നെ രണ്ടാമതായിട്ട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ആ വ്യക്തി റഹ്മത്തുള്ള ഖാസിമി തീജാനിയ തുരീഖത്തിന്റെ ഷെയ്ഖായിട്ട് ആണ് അദ്ദേഹം മനസ്സിലാക്കുന്നത്. ഷെയ്ഖാണല്ലോ, അപ്പൊ അദ്ദേഹത്തെ എതിർക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ എന്താണ് അദ്ദേഹത്തോടുള്ള നിലപാട്? വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിനോട് എതിർപ്പില്ല. എന്നാൽ അദ്ദേഹം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആശയങ്ങൾ, ഈ പറഞ്ഞതുപോലെയുള്ള ആശയങ്ങളോട് എതിർപ്പാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയങ്ങളോട് എതിരായ ആശയങ്ങൾ ആര് പ്രചരിപ്പിച്ചാലും ആശയങ്ങളെ നമ്മൾ എതിർക്കണം. അത് വഹാബിസം, അതിനെ എതിർക്കപ്പെടേണ്ടതാണ്. എന്നതുപോലെ തന്നെയാണ് ഷീഇസത്തിനെയും എതിർക്കപ്പെടേണ്ടത്. രണ്ടും അപകടം പിടിച്ച ആശയങ്ങളാണ്. ഒന്ന് ഉള്ളതിനെ കട്ട് ചെയ്യും, രണ്ടാമത്തത് ഇല്ലാത്തത് കടത്തിക്കൂട്ടും. ഷീഇസം എന്ന് പറയുന്നത് ഇല്ലാത്തതിനെ കടത്തിക്കൂട്ടലാണ്. വഹാബിസം ഉള്ളതിനെ കട്ട് ചെയ്യലാണ്. ഈ രണ്ട് ആശയങ്ങളും അപകടങ്ങളാണ്. രണ്ട് കൂട്ടരെയും എതിർക്കേണ്ടത് പണ്ഡിതന്മാരുടെ ബാധ്യതയാണ്. നേരത്തെ ചോദിച്ച വ്യക്തിയെ സംശയം ചോദിച്ച വ്യക്തി ഈ റഹ്മത്തുള്ള ഖാസിമി തീജാനി ത്വരീഖത്തിന്റെ ഷെയ്ഖാണെന്നുള്ള വിശ്വാസം ഉള്ള ഒരാളാണ്. അയാൾ ഷെയ്ഖാണെന്ന് വിശ്വസിച്ചിരിക്കുന്ന ഒരു സാധുവാണ്. അപ്പോ ഉസ്താന്റെ അഭിപ്രായത്തിൽ ഇദ്ദേഹത്തെ പറ്റിയുള്ള ഈ റഹ്മത്തുള്ള ഖാസിമിയുടെ പറ്റി എന്താണ് ഉസ്താന് അഭിപ്രായം പറയാനുള്ളത്? അദ്ദേഹം ഈ ത്വരീഖത്തിന്റെ ഷെയ്ഖാണോ എന്നുള്ള കാര്യം നമുക്കതില്ല, ഉറപ്പായ കാര്യമൊന്നുമല്ല. പക്ഷെ ഈ അടുത്ത കാലത്തായിട്ട് അദ്ദേഹത്തിന്റെ വീഡിയോകളിൽ ഷെയ്ഖ് എന്നുള്ള പേര് കൊടുത്തിട്ടുണ്ട്. അതിനും പുറമെ അദ്ദേഹത്തിന്റെ പിന്നില് ഈ ഷെയ്ഖ് എന്നുള്ളത് ഒരുപാട് കൊടുത്തിട്ടുണ്ട്. പിന്നിലുള്ള കർട്ടൻ കൊടുക്കില്ല, നിറച്ച് ഷെയ്ഖ് 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 എന്ന് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് മനസ്സിലാകുന്നത് അദ്ദേഹം അതിന്റെ ഷെയ്ഖ് ആയിരിക്കും. ഷെയ്ഖ് പട്ടം കിട്ടി കാണും. അപ്പൊ പലരും ഇപ്പോ ഈ ഡോ എന്ന് വെക്കലുണ്ട് അതിന്റെ മുമ്പിൽ, ഡോക്ടറേറ്റ്. അത് ഒന്നൊക്കെ സാധാരണ ആളുകൾ വിൽക്കാറോ, ഇത് ഒന്നൊന്നുമല്ല. അപ്പോ അങ്ങനെയുള്ള ഈ ഡോക്ടറേറ്റ് 10-50,000 രൂപ ഒക്കെ ചെലവഴിച്ചാല് തമിഴ്നാട്ടിൽ നിന്ന് ഡോക്ടറേറ്റ് കിട്ടും അല്ലേ? നമ്മളൊന്നും അറിയണ്ട, പൈസ കൊടുത്താൽ മതി. പട്ടം ഒക്കെ വാങ്ങുന്ന സമയത്ത് അവിടെ പോയി പട്ടം വാങ്ങിച്ചിട്ട് വന്നാൽ അതാണ് ഇന്നത്തെ ഷെയ്ഖന്മാരുടെ യഥാർത്ഥ ത്വരീഖത്ത്. ആ ത്വരീഖത്തിൽ ഷെയ്ഖന്മാരാകണമെങ്കിൽ ഒരുപാട് നിബന്ധനകളുണ്ട്, നിരവധി നിബന്ധനകളുണ്ട്. മുരീദിന് തന്നെ ആ ത്വരീഖത്തിൽ ഒരു മുരീദാകാൻ, അതായത് ഈ ഷെയ്ഖിന്റെ ഒരു ശിഷ്യനാകാൻ തന്നെ വലിയ നിബന്ധനയാണ് മഹാത്മാക്കൾ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പിന്നെ ഷെയ്ഖിന്റെ കാര്യം പറയാൻ പറ്റില്ലല്ലോ. താന ഷെയ്ഖ് അബുൽ ഹസൻ ഷാദുലി വസയ്യിദി അബുൽ അബ്ബാസിൽ മുർസി വസയ്യിദി യാഖൂത്തുൽ അർഷി വശൈഖ് താജുദ്ദീൻ ഇബ്നു അതാഉല്ലാഹി ലാ യദ്ഖിലൂന അഹദ ഫി ത്വരീഖി ഇല്ലാ ബഅദ തബഖുരിഹി ഫി ഉലൂമി ശരീഅത്തി. ഈ പറഞ്ഞ മഹാത്മാക്കൾ ത്വരീഖത്തിൽ ഒരാളെയും പ്രവേശിപ്പിക്കുകയില്ല. എങ്ങനെയായിട്ടല്ലാതെ ശരീഅത്തിന്റെ ഇൽമുകളിൽ അവർക്ക് സമുദ്ര സമാനമായ വിജ്ഞാനം ഉണ്ടായിട്ടല്ലാതെ. എത്രത്തോളം ഉണ്ടാകണം? ബിഹൈസു യഖ്തഉൽ ഉലമാ ഫീ മജാലിസിൽ മുനാദറ ബിൽ ഹുജജിൽ വാദിഹ. വ്യക്തമായ തെളിവ് കൊണ്ട് ഉലമാക്കളുടെ മജ്ലിസിൽ എതിരാളിയെ മുട്ടുകുത്തിക്കാൻ പറ്റുന്ന നിലയിൽ ഉള്ള വിവരം ഇൽമുണ്ടെങ്കിലേ പറ്റുകയുള്ളൂ. ആ നിലയ്ക്ക് ഇൽമില്ലെങ്കിൽ ലാ യഖുദൂന അലൈഹിൽ അഹദ അബദൻ, ഒരിക്കലും അവരിൽ നിന്ന് കരാറ് സ്വീകരിക്കുകയും അത്രയും ഇൽമുള്ളവരെ ശിഷ്യനായിട്ട് സ്വീകരിക്കണം. അപ്പൊ പിന്നെ ഷെയ്ഖിന്റെ ഇൽമത്ര വേണം. ഇന്ന് ഈ മേഖല എന്ന് പറഞ്ഞാൽ വ്യാജന്മാരുടെ കൈവശമാണ്. ആർക്കും ഷെയ്ഖാവും. വിജ്ഞാനമൊന്നും ആവശ്യമില്ല, വിജ്ഞാനത്തിന്റെ ആവശ്യമില്ല എന്ന് പറയാം. അല്ല, നിങ്ങൾ കിതാബൊക്കെ പഠിച്ചു നടക്കുന്നത് എന്തിനാ എന്നാണ് ചോദിക്കുന്നത്. വിജ്ഞാനത്തിന്റെ ആവശ്യമില്ല, ഭയഭക്തിയില്ല, തഖ്വയില്ല, ഇതൊന്നും ഇല്ലാത്ത ആളുകളാണ് ഇന്ന് ഷെയ്ഖാണെന്നും പറഞ്ഞിട്ട്. ആലുവ സുൽത്താന്റെ മകനും ഷെയ്ഖാണ്. അത് അണ്ടനും അടകോടനും ഷെയ്ഖായിട്ട് രംഗത്ത് വരാൻ പറ്റും. ആർക്കും ഒന്ന് സർട്ടിഫിക്കറ്റ് കിട്ടും. മനസ്സിലായോ? ഇപ്പൊ ഒരു തിജാനി ത്വരീഖത്തിൽ പ്രവേശിക്കണമെങ്കിൽ അതിന് ഏജന്റുമാരുണ്ട്, അവരെ സമീപിച്ചാൽ മതി, എളുപ്പം. അപ്പോ ഷെയ്ഖാകാൻ ഇദ്ദേഹത്തിന് ഈ ഖാസിമിക്ക് യോഗ്യത ഇല്ല എന്നാണോ ഉസ്താദ് ഇത്രയും പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കുന്നത്? ഷെയ്ഖന്മാരുടെ
ഒരു ഷെയ്ഖിനുണ്ടാകേണ്ട യോഗ്യതകൾ എന്താണെന്ന് ഇമാമിങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഉം. ആ യോഗ്യതകളൊന്നും ഇല്ല. ഇല്ല. ഒരു വ്യാജ ഷെയ്ഖിന് എന്തെല്ലാം അടയാളങ്ങൾ ഉണ്ടാകും, ഉം. അടയാളങ്ങളെല്ലാം ഉണ്ട്. ഉണ്ട്. ഈ പറഞ്ഞ അടയാളങ്ങൾ ഉള്ളയാൾ ഒരു ഷെയ്ഖാകാൻ പറ്റുകയില്ല എന്ന് ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഉം. അടയാളങ്ങൾ വ്യക്തിയിൽ കാണാം. അപ്പോ അതെല്ലാം നമുക്കിപ്പോ പറയാൻ സമയമില്ല. ഒന്ന് രണ്ടെണ്ണം മാത്രം സാമ്പിളിന് പറയാം. ഉസൂലു ത്വരീഖ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഈഖാദുൽ ഹിമാമിൽ ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ട്, വമൻ ഫീഹി ഹംസുൻ ലാ തസിഹു മശീഹത്തുഹു. ഒരാളിൽ 5 കാര്യങ്ങളുണ്ടെങ്കിൽ അവൻ ഷെയ്ഖാകാൻ പറ്റുകയില്ല. ഒന്നാമത്തത് അൽ ജഹ്ലു ബിദ്ദീൻ, വിവരക്കേട്. വിവരക്കേട് പറയുക, അത് പറയാം. രണ്ടാമത്തത് പറയുന്നത് ഇസ്കാത്തു ഹുറുമത്തുൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ മഹത്വം, മുസ്ലിമീങ്ങളുടെ അഭിമാനം അത് താഴ്ത്തുക. മൂന്നാമത് പറയുന്നത് ദുഖൂലു മാലായ, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ കടക്കുക. വത്തിബാഉൽ ഹവാ ഫീ കുല്ലി ഷൈഇൻ വസൂഉൽ ഖുലുഖി മിൻ ഗൈരി മുബാലാത്തിൻ, എല്ലാത്തിലും തടിച്ച് പിൻപറ്റുക. അതുപോലെ ദുസ്വഭാവം കാണിക്കുക. നമുക്ക് 2 കാര്യങ്ങൾ ഇപ്പോ നോക്കാം. ജഹ്ലു ബിദ്ദീൻ, ദീനിനെ കുറിച്ചുള്ള വിവരക്കേട്. അപ്പൊ ദീനിനെ കുറിച്ച് യഥാർത്ഥത്തിൽ ശരിയായ വിവരമുള്ള ഒരാൾ ഫസ്റ്റ് തന്നെ നമ്മൾ മനസ്സിലാക്കണം, ഇങ്ങനത്തെ മാലിന്യ കുഴിയിൽ ചാടുകയില്ല. ഇദ്ദേഹത്തെ കുറിച്ച് അയാളെ വിശ്വസിക്കുന്ന അനുയായികൾ പറയുന്ന വലിയ ഖുർആൻ പ്രഭാഷകനാണ്, വലിയ അറിവുള്ള ആളാണ് എന്നൊക്കെയാണ് അവർ വിശ്വസിക്കുന്നതും പറയുന്നതും പ്രചരിപ്പിക്കുന്നതൊക്കെ. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ അവസ്ഥ ഇതാണ്. അപ്പൊ അതായത് വലിയൊരു ടാങ്ക് പാല്, ആ പാലിൽ ഒരു തുള്ളി മൂത്രം വീണാൽ പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റൂല, ഉപയോഗശൂന്യമാവും, അത് നജസായി മാറും. എന്നതുപോലെ ഇനി എത്ര വലിയ ഇൽമുണ്ടെങ്കിലും ഈ പറഞ്ഞ എന്തെങ്കിലും മാലിന്യത്തിന്റെ തുള്ളി അതിൽ വീണാൽ എല്ലാം നശിക്കും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മനിസ്ദാദ ഇൽമൻ വലം യസ്ദദ് ഹുദൻ ലം യസ്ദദ് മിനല്ലാഹി ഇല്ലാ ബുഅദ. ഒരാൾക്ക് ഇൽമു കൂടുതലുണ്ടായി, പക്ഷെ അതിനനുസരിച്ച് ഹുദ കൂടുന്നില്ല, നേരായ വഴിയില്ല. ഇൽമു ഒരുപാടുണ്ട്, ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, പക്ഷെ വഴി ഇസ്തിഖാമത്തില്ല, ശരിയായ വഴി വർദ്ധിക്കുന്നില്ല എങ്കിൽ അള്ളാഹുവിൽ നിന്ന് അയാൾക്ക് അകലമല്ലാതെ വർദ്ധിക്കുകയില്ല. ഇബ്നു തൈമിയ വലിയ ഇൽമുള്ള ആളാണ്. അയാളുടെ മജ്മുഉൽ ഫത്താവ തന്നെ എത്ര വലിയ കിതാബാണ്, പക്ഷെ അതിനനുസരിച്ച് സന്മാർഗം കിട്ടിയില്ല. എന്നാൽ അള്ളാഹുവിൽ നിന്ന് അയാൾക്ക് ബോധമല്ലാതെ വർദ്ധിക്കുകയില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇൽമു കൂടിയത് കൊണ്ടൊന്നും കാര്യമില്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അദ്ദേഹം തന്നെ പറയട്ടെ. സംഗതിയൊന്നും ആരും പറയണ്ട. ഇൽമ അത്ര വലിയ കാര്യമൊന്നുമല്ല. ഇൽമ അത്ര വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. രണ്ടാമത്തേനെ കുറിച്ച് അതായത് ഇസ്കാത്തു ഹുറുമത്തിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ മഹത്വം അതിനെ ഇടിച്ചു താഴ്ത്തലും, അവരുടെ പവിത്രത അതിനെ താറടിച്ച് കാണിക്കുക, അവരെ ഇകഴ്ത്തി പറയുക. അദ്ദേഹത്തിന്റെ തന്നെ ഈ പറഞ്ഞ വിവരക്കേടും മുസ്ലിമീങ്ങളെ ഇകഴ്ത്തലും ഇതുള്ള 1-2 വീഡിയോകൾ നമുക്കൊന്ന് അതുകൊണ്ട് എല്ലാവരും ഇകഴ്ത്തുന്നുണ്ട്. അപ്പോ എല്ലാം സമയമില്ല, 1-2 നമുക്ക് കാണാം. അദ്ദേഹം പറയുന്നത് ഹിന്ദു ജനങ്ങളിൽ ഭൂരിപക്ഷവും മഹദി ഇമാമിന്റെ അനുയായികളായി. അതൊരു വിവരക്കേടാണ്. അതിന് കാരണം അവര് ശുദ്ധ മനസ്കരായത് കൊണ്ടെന്നാണ്. മുസ്ലിമിനെ ശരി പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പ്രയാസമാണെന്നവർ. ഹൃദയം ശുദ്ധം ആരുടെ? ഹിന്ദുക്കളുടെ ഹൃദയം ശുദ്ധമാണ്. അപ്പോ മുസ്ലിമിന്റെ ഹൃദയം എന്താ? അശുദ്ധമാണ്, മലിനമാണ് അല്ലേ? അദ്ദേഹം പറയുന്നത് അങ്ങനെയാണ്. അപ്പൊ മുസ്ലിമീങ്ങൾ എന്താ? ഹിന്ദുക്കളെ അദ്ദേഹം പുകഴ്ത്തിട്ട് നമുക്കൊന്നും കുഴപ്പമില്ല, പക്ഷെ മുസ്ലിമീങ്ങളെ ഇകഴ്ത്തുന്നു. അവിടെ അവർക്ക് അല്ലാഹു തആല നൽകിയ ഹുറുമത്ത് അത് ഇടിച്ചു താഴ്ത്തുന്നുണ്ട്. അപ്പോ എന്നിട്ട് കൊടുത്തേ ഒന്ന് കാണിച്ചേ. ഹിന്ദു ജനങ്ങളിൽ ഭൂരിപക്ഷവും മഹ്ദി ഇമാമിന്റെ അനുയായികളായിരിക്കും. എന്തുകൊണ്ട്? അവർ ശുദ്ധരായ മനസ്കരാണ്. അവർ BJP ആണെങ്കിൽ പോലും മനസ്സ് ശുദ്ധാണ്. അവർ BJP ആണെങ്കിൽ പോലും മനസ്സ് ശുദ്ധാണ്.
ആരെങ്കിലും അവരെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ മാത്രമാണ് അവർ തെറ്റിദ്ധരിക്കുന്നത്. നിങ്ങൾ ശരി പറഞ്ഞു കൊടുക്കൂ. ഒരു മുസ്ലിമിനെ ശരി പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പ്രയാസമാണ്, ഒരു ഹിന്ദുവിനെ ശരി പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ എളുപ്പമാണ്. എന്തുകൊണ്ട്? മലിനമാക്കപ്പെടാത്ത മനസ്സാണ് ഹിന്ദുവിന്റെ മനസ്സ്. ഇമാം മഹദി വന്നാൽ മഹദി ഇമാമിന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ അറബികളായിരിക്കും. ഇതൊക്കെ പഠിച്ചോളൂ. ഇമാം മഹദിയുടെ ഏറ്റവും വലിയ അനുയായികൾ ഇന്ത്യയിലെ ഹിന്ദു ജനങ്ങളായിരിക്കും. ഇതൊക്കെ നിങ്ങൾ എഴുതി വെച്ചോളൂ. അപ്പൊ പറഞ്ഞത് മലിനമാക്കപ്പെടാത്ത മനസ്സാണ് ഹിന്ദുവിന്റെ മനസ്സ്. അപ്പൊ മുസ്ലിമിന്റെ മനസ്സ് മലിനമാക്കപ്പെട്ട മനസ്സാണ്. അതിനെ ശുദ്ധീകരിക്കാൻ എന്താ പ്രയാസമാണ്. മനസ്സിലായില്ലേ? ഹിന്ദുക്കളുടെ മനസ്സ് ശുദ്ധമാണ്, മുസ്ലിമീങ്ങളുടെ മനസ്സ് അശുദ്ധമാണെന്നാണ് പറയുന്നത്. അപ്പൊ എന്താ, ഈ ദൈവവിശ്വാസമുള്ള മനസ്സ് അശുദ്ധം, മറ്റു ബഹുദൈവ വിശ്വാസമുള്ള മനസ്സോ അത് ശുദ്ധം. അത് ഖുർആനും ഇസ്ലാമും പഠിപ്പിക്കുന്നതിനെതിരല്ലേ? മനസ്സ് ശുദ്ധവും അശുദ്ധവും ആകുന്ന എപ്പോഴാ? അതിലുള്ള ആശയങ്ങളിലേക്ക് നോക്കിയിട്ടാണ്. അവിടെ ശുദ്ധമായ ആശയമാണോ ഉള്ളത്, ആ മനസ്സ് ശുദ്ധമാണ്. അശുദ്ധമായ ആശയമാണോ ഉള്ളത്, ആ മനസ്സ് അശുദ്ധമാണ്. അപ്പൊ ആ നിലയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഇകഴ്ത്തുന്നുണ്ട്, മുസ്ലിമീങ്ങളെ ഇകഴ്ത്തുന്നുണ്ട്. അതിന്റെ വല്ല ആവശ്യമുണ്ടോ? ആവശ്യമില്ലാത്ത കാര്യമാണ് ഈ പറയുന്നത്. അത് മൂന്നാമത്തെ അടയാളം പറയുന്നത്. ഷെയ്ഖാകാൻ പറ്റാത്ത പാടില്ലാത്ത ആളിന്റെ മൂന്നാമത്തെ കാര്യമാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുക. ഇതുകൊണ്ട് എന്താ ഗുണമുള്ളത്? ആവശ്യമില്ലാത്ത വാസ്തവ വിരുദ്ധമായ കാര്യങ്ങൾ. അതുപോലെ ഹിന്ദുക്കളാണ് മഹ്ദി ഇമാമിനെ പിന്തുടരുന്ന ആരെ പറഞ്ഞത്? കാലാകാലങ്ങളിലായിട്ട് മുസ്ലിമീങ്ങൾ വിശ്വസിച്ച് വന്നത് മഹ്ദി ഇമാമിനെ പിന്തുടരുന്നത് മുസ്ലിമീങ്ങളാണ്. എല്ലാ കാലത്തും മുസ്ലിമീങ്ങളുടെ വിശ്വാസം അതായിരുന്നു. മഹ്ദി ഇമാമ് വരും അവസാനം, ആ മഹ്ദി ഇമാമിനെ പിന്തുടരുന്നത് മുസ്ലിമീങ്ങളായിരിക്കും. മനസ്സിലായോ? അപ്പൊ അവിടെ പറയുന്നതാണ് ഇഅ്ലം അന്നൽ മശ്ഹൂറ ബൈനൽ കാഫത്തി മിൻ അഹ്ലിൽ ഇസ്ലാം. മുഴുവൻ മുസ്ലിമീങ്ങളുടെ ഇടയിൽ പ്രസിദ്ധമായിരിക്കുന്നത് അലാ മമദിൽ ഉസൂർ, കാലാകാലങ്ങളിലായി എങ്ങനെയാണ് വിശ്വസിച്ചു വരുന്നത്, അന്നഹു ലാ ബുദ്ദ ഫി ആഖിരി സമാനി മിൻ ദുഹൂരി റജുലിൻ മിൻ അഹ്ലിൽ ബൈത്ത്, അഹ്ലിൽ ബൈത്തിൽപ്പെട്ട ഒരു റജുല് അവസാന കാലത്ത് രംഗത്ത് വരും. വയുഅയ്യിദു ദീന, ദീനിനെ ശക്തിപ്പെടുത്തും. വയുദ്ഹിറുൽ അദ്ല, നീതി നടപ്പാക്കും. വയത്തബിഉഹുൽ മുസ്ലിമൂൻ, പിന്തുടരുന്ന മുസ്ലിമീങ്ങളാണ്. അതാണ് പരമ്പരാഗതമായി മുസ്ലിമീങ്ങൾ മനസ്സിലാക്കിയ ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യമാണ്. മുസ്ലിമീങ്ങളാണ് എന്ത് ചെയ്യുന്നത്? മഹ്ദി ഇമാമിനെ പിന്തുടരുന്നത്. വയസ്തൗലി അലൽ മമാലിക്കിൽ ഇസ്ലാമിയ, ഇസ്ലാമിക രാജ്യങ്ങളുടെ മേൽ മഹ്ദി ഇമാം ആധിപത്യം പുലർത്തും. തുർമുദിയുടെ ശറഹായ തുഫത്തുൽ അഹ്വദിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ്. അതുപോലെ അറബികളെ തരം താഴ്ത്തുന്ന അടുത്ത ഒരു വീഡിയോയും കൂടെ അതും കൂടെ ഒന്ന് കാണിക്കുക. ലോകത്തെ ഏറ്റവും വലിയ വിഡ്ഢികൾ അറബികളാണ്. അറബികളെ പോലത്തെ വിഡ്ഢികൾ ലോകത്തില്ല. അറബികൾ മുഹമ്മദ് നബിക്കെതിരാണ്, ഇസ്ലാമിനെതിരാണ്, ഖുർആനെതിരാണ്. ഇപ്പം പറയുന്നവരെ അറബികളാണ് ലോകത്തെ ഏറ്റവും വിഡ്ഢികൾ. ഈ അറബികൾ ഉള്ളത് കൊണ്ടാണ് നമ്മളിവിടെ എങ്ങനെ ഇന്നലൊക്കെ എന്ത് ചെയ്യുന്നത്, ജീവിച്ചു പോകുന്നത്. അറബികളുടെ ആ വിശാല മനസ്സുകൊണ്ടാണ് നമ്മൾ കേരളക്കാരൊക്കെ ഈ സൗകര്യത്തോടുകൂടെ ജീവിക്കുന്നത്. എന്തുകൊണ്ടാണ്? അറബികളുടെ വിശാലമായ അതൊക്കെ ഇതാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇദ്ദേഹം അറബികൾക്കെതിരെ എന്ത് പറയുന്നത്. എന്നിട്ട് ആ അറബികൾ വിഡ്ഢികളാണെന്ന് പറയുമ്പോ ആ അറബികൾ എന്ന് പറയുമ്പോ മൊത്തം അറബികൾ അതിനകത്ത് വരെയല്ലേ. അപ്പൊ അതിൽ ആരെല്ലാം പെടും? അതിൽ എത്രയോ മഹാത്മാക്കൾ, ആലിമീങ്ങൾ, എത്രയോ ആളുകൾ അതിനകത്ത് പെടുന്നുണ്ട്. അവരെല്ലാരെയും വിഡ്ഢികൾ ആണെന്നാണ് പറയുന്നത്. അപ്പൊ അവർ ഇകഴ്ത്തിയാണ്. അറബികളോടുള്ള വെറുപ്പ് കാപട്യത്തിന്റെ അടയാളമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് പറഞ്ഞു ബുഗ്ദുൽ അറബി നിഫാഖുൻ, അറബികളോടുള്ളതായ വെറുപ്പ്, കോപം, അത് കാപട്യമാണ്. തൊബ്രാനി ഇമാം ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വരിജാലുഹു തിഖാത്തുൻ, മജ്മു സവായിദ് വാല്യം 1 പേജ് 29 ഹദീസ് കാണാം. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു അഹിബ്ബുൽ അറബ ലി സലാത്തിൻ, അറബികളെ 3 കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഇഷ്ടപ്പെടണം. ലി അന്നി അറബിയുൻ വൽ ഖുർആൻ അറബിയുൻ കലാമ അഹ്ലിൽ ജന്നത്തി അറബിയുൻ, ഞാൻ അറബിയാണ്, ഖുർആൻ അറബിയാണ്,
സ്വർഗനിവാസികളുടെ സംസാരം അറബിയാണ്. അറബിയാണ്. എന്ന് പറഞ്ഞാല് ഈ മാലിന്യക്കുഴിയിൽ ചെന്ന് ചാടിയാൽ, ഒരാൾ ചാടിക്കഴിഞ്ഞാൽ പിന്നെ അയാൾ കുളിച്ച് ശുദ്ധിയാകാതിരിക്കുന്നിടത്തോളം കാലം അവരിൽ നിന്ന് ഇങ്ങനെ ദുർഗന്ധങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അതൊരു അടയാളമാണ്. മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന നിലയിൽ അല്ലാഹുതആല അടയാളങ്ങൾ സാധാരണ ആളുകളെ മാത്രമല്ല, അറബികളെ മാത്രമല്ല, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പോലും തരം താഴ്ത്തിക്കൊണ്ട് അദ്ദേഹം സംസാരിക്കുന്നത് കാണാം. ആ വീഡിയോ ഒന്ന് ഇട്ട് കൊടുത്തേ. പോട്ടന്മാരെ പോലെ ഇരിക്കാതെ ഈ എത്ര നബിമാർ ഇവിടെ ഉണ്ടായടോ, തിരിഞ്ഞു നോക്കിയോ? ഇബ്രാഹിം അടക്കം തിരിഞ്ഞു നോക്കിയോ? അല്ല പോലെ ആളായി താങ്ങി പിടിച്ച് പറയണ്ടല്ലോ ഇബ്രാഹിം, തിരിഞ്ഞു നോക്കിയോ? ഇബ്രാഹിം അടക്കം തിരിഞ്ഞു നോക്കിയോ? അല്ല പോലെ ആളായി താങ്ങി പിടിച്ച് പറയണ്ടല്ലോ ഇബ്രാഹിം, തിരിഞ്ഞു നോക്കിയോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പറയുന്നു, നിങ്ങൾ വലിയ ആളായിട്ട് താങ്ങി പിടിച്ച് നടക്കുന്നുണ്ടല്ലോ, എന്താണ് ഇതൊക്കെ എങ്ങനെ പറയാൻ സാധിക്കുന്നത്? ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു വിശ്വാസിയായ മനുഷ്യന് ഇങ്ങനെ പറയാൻ പറ്റും. അതുപോലെ ഈ അവഹേളനം, ഇപ്പോ മുസ്ലിമീങ്ങളെ അവഹേളിച്ചു, അറബികളെ അവഹേളിച്ചു. ഈ അവഹേളനം മനുഷ്യരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. മക്കയെ അവഹേളിക്കുന്നുണ്ട്, മദീനയെ അവഹേളിക്കുന്നുണ്ട്. മക്കയെ അവഹേളിക്കുന്ന അതൊന്ന് ഇട്ടുകൊടുത്തേ. മക്കത്ത് പോയിട്ട് വലിയ നേട്ടം കിട്ടുമെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ അവൻ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ വിഡ്ഢിയാണ് എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. അതുകൊണ്ടൊന്നും കാര്യമില്ല. മനുഷ്യന് മക്കത്തോടോ അല്ലെങ്കിൽ മദീനത്തോടോ ഒന്നും പ്രതിബദ്ധതയില്ല. മനുഷ്യന്റെ പ്രതിബദ്ധത നേരിനോട് മാത്രമാണ്. ഇത് പറയാനാണ് മുഹമ്മദ് വന്നത്. മക്കത്ത് പോയിട്ട് വലിയ നേട്ടം കിട്ടുമെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ അവൻ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ വിഡ്ഢിയാണ്. അപ്പോ അങ്ങനെ മക്കത്ത് പോയാൽ നേട്ടം കിട്ടുമെന്ന് പറഞ്ഞതാരാണ്? അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. വമൻ ദഖലഹു കാന ആമിന. ആരെങ്കിലും മക്കയിൽ ഹറമിൽ ആരെങ്കിലും പ്രവേശിച്ചാൽ കാന ആമിനൻ, അവൻ നിർഭയത്വമുള്ളവനായി. നിർഭയത്വം എന്ന് പറയുന്നത് വലിയ നേട്ടമല്ലേ? മഹാത്മാക്കൾ പറയുന്നത് കാണാം, അമ്മ ബറക്കത്തുഹു, മക്കയുടെ ബറക്കത്ത്, ഹറമിന്റെ ബറക്കത്ത്, ഫീഹി തുഗ്ഫറുദ്ദുനൂബ്, ഒന്ന് അവിടെ പാപങ്ങൾ പൊറുക്കപ്പെടും. അത് വലിയ നേട്ടമല്ലേ, പാപം പൊറുക്കപ്പെടുക എന്നുള്ളത്. ഹസനാത്തു, ഹസനത്തുകൾ, ഹസനത്തുകൾ, നന്മകൾ വർദ്ധിപ്പിക്കപ്പെടും, അതിന് ഇരട്ടിയാക്കപ്പെടും. വയഅമനു മൻ ദഖലഹു, അവിടെ കടന്നവൻ ആമിനായിത്തീരും. മക്കയിൽ കടന്നവൻ ആമിനായിത്തീരും, നിർഭയത്വമുള്ളവനായിത്തീരും. ഇതെല്ലാം നേട്ടങ്ങളല്ല. സാദുൽ മസീർ ഫീ ഇൽമി തഫ്സീർ വറദ ഫീഹി ഹദീസുൻ ബിസനദിൻ ഹസനിൻ, ഹസനായ പരമ്പരയോടുകൂടെ ഈ വിഷയത്തിൽ ഹദീസ് വന്നിട്ടുണ്ട്. മിർകാത്തിൽ കാണാം, കുല്ലു ഹസനത്തിൻ ബിമിഅത്തി അൽഫി ഹസനത്തിൻ, ഓരോ ഹസനത്തുകളും ഓരോ നന്മകളും 1,00,000 നന്മകൾക്ക് പകരമാണ്. അവിടെ ഉള്ള ഒരു ഹസനത്ത് ഉള്ള സ്ഥലത്തുള്ള 1,00,000 ഹസനത്തിന് പകരമാണ്, തുല്യമാണ്. മുഫസ്സിരീങ്ങൾ ആ വിഷയത്തിനെ കുറിച്ച് പറഞ്ഞത്, മുജാഹിദ് റളിയല്ലാഹു അൻഹു പറയുന്നു, തുളാഅഫു സയ്യിആതു ബിമക്കത്ത, മക്കയിൽ സയ്യിഅത്തുകൾ ഇരട്ടിപ്പിക്കപ്പെടും. അതുപോലെ കമാ തുളാഅഫുൽ ഹസനാത്തു, ഹസനത്തുകൾ ഇരട്ടിപ്പിക്കപ്പെടുന്നത് പോലെ. അപ്പൊ ഹസനത്തുകൾ ഇരട്ടിപ്പിക്കപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. തഫ്സീറിന്റെ കിതാബിൽ സാദുൽ മസീറിൽ കാണാം, തഫ്സീറുൽ ബഗവിയിൽ കാണാം, തഫ്സീറുൽ കബീർ അതായത് റാസിയിൽ കാണാം. മഹാനായ ഹസനുൽ ബസരി തങ്ങൾ പറയുന്നത് കാണാം, വിശദീകരിച്ച് പറഞ്ഞു, സൗമു യൗമിൻ ബിമക്കത്ത, മക്കയിൽ വെച്ചിട്ടുള്ള ഒരു ദിവസത്തെ നോമ്പ് ബിമിഅത്തി അൽഫിൻ, 1,00,000 നോമ്പിന് തുല്യമാണ്. അപ്പൊ സ്വതക്കത്തി ദിർഹമിൻ, ഒരു ദിർഹം സ്വതക്ക ചെയ്യൽ ബിമിഅത്തി അൽഫിൻ, 1,00,000 ദിർഹമിന് തുല്യമാണ്. കുല്ലു ഹസനത്തിൻ ബിമിഅത്തി അൽഫിൻ, ഓരോ നന്മകളും 1,00,000 നന്മകൾക്ക് പകരമാണ്. ഇതൊക്കെ അല്ലേ? അപ്പോ മക്കയിൽ ചെന്നിട്ട് എന്തെങ്കിലും വലിയ നേട്ടം ഉണ്ടെന്ന് ആരെങ്കിലും വിശ്വസിച്ചാൽ അവൻ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ, ഇത് വിശ്വസിച്ചവരല്ലേ ഇവിടെ ഉള്ള മുസ്ലിമീങ്ങളും വിശ്വാസികളും ഇമാമിങ്ങളും ഒക്കെ ഇത് വിശ്വസിച്ചവരല്ല. അപ്പൊ ആരാ വിഡ്ഢികൾ? പിന്നെ മദീനയെ കുറിച്ച് കാര്യമില്ല. മനുഷ്യന് മക്കത്തോടോ അല്ലെങ്കിൽ മദീനത്തോടോ ഒന്നും പ്രതിബദ്ധതയില്ല. മനുഷ്യന്റെ പ്രതിബദ്ധത നേരിനോട് മാത്രമാണ്.
ഇത് പറയാനാണ് മുഹമ്മദ് വന്നത് സ്വല്ലല്ലാഹു അലൈഹി മദീന മദീനയോടും എന്തില്ല മനുഷ്യർക്കൊരു പ്രതിബദ്ധത. പ്രതിബദ്ധതയില്ല എന്ന് മദീനയെ അവഹേളിക്കാം. ഓരോ മനുഷ്യന്റെയും മനസ്സിലെ ഏറ്റവും വലിയൊരു വികാരം, ഒരു ആഗ്രഹമാണ് എന്താണ് മദീനയിൽ ചെല്ലണം, അവിടെ എന്ത് ചെയ്യണം, മറമാടപ്പെടണം എന്നൊക്കെയുള്ള മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നൽ ഈമാന ലയഅരിസു ഇലൽ മദീനത്തി കമാ തഅരിസുൽ ഹയ്യത്തു ഇലാ ജുഹരിഹാ. ഇമാം ബുഖാരി സ്വഹീഹിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. പാമ്പ് മാളത്തിലേക്ക്, അതിന്റെ മാളത്തിലേക്ക് അഭയം തേടി ചെല്ലുന്നത് പോലെ ഈമാൻ മദീനയിലേക്ക് അഭയം തേടി പോകും. ഈമാൻ മദീനയിലേക്ക്, വിശ്വാസിയുടെ മനസ്സ് എപ്പോഴും മദീനയുമായി ബന്ധപ്പെട്ടതായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരുന്ന കാലത്ത് എല്ലാവരും ഹിജ്റയായിട്ടും മറ്റും മദീനയിലേക്ക് പോയി. പിന്നീട് ഇൽമു നുകരാൻ വേണ്ടിയിട്ടും ഹദീസുകൾ പഠിക്കാൻ വേണ്ടിയിട്ടും മദീനയിലേക്ക് പോയി. പിന്നെ ഈ കാലത്തെല്ലാം എല്ലാവരും എന്ത് ചെയ്യാം, ഒരു അഭയം തേടി തങ്ങളുടെ ഹദറത്തിലേക്ക് സിയാറത്തിന് വേണ്ടി എന്താണ് പോകുന്നുണ്ട്. ഇമാമിങ്ങൾ ഹദീസ് വിശദീകരിച്ചുകൊണ്ടത് പറഞ്ഞിട്ടുണ്ട്. ഉമ്മ ഫീ കുല്ലി വഖത്തിൻ ഇലാ സമനിന, നമ്മുടെ കാലം വരെ ഇങ്ങനെയാണ്. അല്ല കാളിയാന്ന് തങ്ങൾ പറയാണ്. എന്തിനു വേണ്ടിയാ ഇപ്പം മദീനയിലേക്ക് അഭയം തേടി പോകുന്ന സിയാറത്തി ഖബരിഹി ശരീഫ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗള ശരീഫ് സിയാറത്ത് ചെയ്യാൻ, വതബറുഖി ബിമുശാഹദത്തി ആതാരി, നബി തങ്ങളുടെ അത്തറുകൾ, അടയാളങ്ങൾ, അവിടെയുള്ള അടയാളങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് കാണാൻ വേണ്ടിയിട്ടും, ആതാരി അസ്ഹാബിഹി, അസ്ഹാബിൻ്റെതായ അത്തറുകൾ കാണാൻ വേണ്ടിയിട്ടും, ഫലാ യഅതിഹ ഇല്ലാ മുഅ്മിനുൻ സാബിത്തുൽ ഈമാൻ, മദീനയിലേക്ക് ഉറച്ച ഈമാനുള്ള വിശ്വാസിയല്ലാതെ പോവുകയില്ല, അവിടെ പോകാൻ സാധിക്കില്ല. ഉറച്ച വിശ്വാസമുള്ള ആളെ അവിടെ പോവുകയില്ല. ഇതാണ് മദീനയുമായിട്ടുള്ള വിശ്വാസികളുടെ ബന്ധം. ഫൈലുൽ ഖദീറിൽ മുനാവി ഇമാം ഇത് പറഞ്ഞിട്ടുണ്ട്. ഇനി മദീനയെ ഇകഴ്ത്തുന്നത് അടുത്തതിൽ കേൾക്കാം. മദീനത്ത് പോയി മരിക്കണമെന്ന് ചില ആളുകളും ആഗ്രഹിക്കാറുണ്ട്. ഞാൻ അങ്ങനെ ആഗ്രഹിക്കാത്ത ഒരാളാണ്. ഞാൻ ആഗ്രഹിക്കുന്നത് മദീന മൂത്തേടത്തേക്ക് വരണം എന്നാണ്. ഞാൻ മരിച്ചാൽ മദീന മൂത്തേടത്ത് വരുമെന്നാണ് എന്റെ വിശ്വാസം, ഇൻഷാ അല്ലാഹ്. അങ്ങനെ ആർക്കെന്ത് വേണമെങ്കിലും വിശ്വസിക്കുക, ആഗ്രഹിക്കുകയൊക്കെ ചെയ്യാം. മദീന മൂത്തേടത്തേക്ക് എത്തുമെന്നാണ്. കാരണം ഇവർ ഈ ത്വരീഖത്തിൽ പോകുന്നതോടുകൂടെ നേരത്തെ പറഞ്ഞല്ലോ, അവര് കുത്തുബുകളില്ല, കുത്താബുകളുടെയൊക്കെ എന്താണ് അപ്പുറത്താകുകയാണ്. ലോകത്തുള്ള എല്ലാ കുത്തുബുകളെയും ഒരുമിച്ച് കൂട്ടി, എന്നിട്ട് ഇവരിൽ നിന്ന് ഒരാളുടെ ഒരു രോമം എടുത്തൊരു തുലാസിലും മറ്റുള്ള എല്ലാ കുത്തുബുകളെയും മറ്റൊരു തുലാസിന്റെ തട്ടിലും വെച്ചാൽ ഭാരം കൂടുന്നത് ഈ രോമത്തിലാണ്. അപ്പൊ ഇവരുടെ സ്ഥാനം എവിടെ? അപ്പൊ അങ്ങനെയുള്ള ഒരാളെ തേടി മദീന ഇങ്ങോട്ടല്ലേ വരേണ്ടത്? അതാണ് അവരുടെ അന്ധമായ വിശ്വാസം. മദീന ഇങ്ങോട്ട് വരും, ഞങ്ങൾ അത്രയും സ്ഥാനമുള്ളവരാണ്, അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. പലരും അങ്ങനെ എന്ത് ചെയ്യുന്നത് ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ ആഗ്രഹിക്കാത്ത ഒരാളാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മനിസ്തതാഅ യമൂത ബിൽ മദീനത്തി ഫൽയമൂതു ബിഹാ, ആർക്കെങ്കിലും മദീനയിൽ ചെന്ന് മരിക്കാൻ കഴിഞ്ഞാൽ അവൻ അവിടെ മരിക്കട്ടെ. കാരണം എന്താണ്? ഇന്നി അശ്ഫഉ ലിമൻ യമൂതു ബിഹാ, അവിടെ മരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ ശഫാഅത്ത് ചെയ്യും. ആര് പറഞ്ഞതാ? മനസ്സിലല്ലേ? അപ്പം ഒരു മുഅ്മിനായ മനുഷ്യനെ ആഗ്രഹിക്കാതിരിക്കാൻ പറ്റുമോ? സല്ലല്ലാഹു അലൈഹി വസല്ലം ശഫാഅത്ത് കിട്ടുന്നതല്ലേ. അപ്പോ ഈ അന്ധവിശ്വാസം മനസ്സിൽ കടന്നുകൂടിയാൽ ഇതും ഇതിന്റെ അപ്പുറം പറയും. അതിൽ അത്ഭുതപ്പെട്ടിട്ട് കാര്യമില്ല. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, വജഅൽ മൗതി ഫീ ബലദി റസൂലിക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. എന്റെ മൗത്ത് നിന്റെ പ്രവാചകരുടെ നാട്ടിൽ വെച്ചാക്കണേ എന്നാണ് ഉമർ റളിയല്ലാഹു അൻഹു വായിച്ചത്. പിന്നെ ആ കമന്റിൽ വന്ന ആ വ്യക്തി ചോദിച്ചൊരു മൂന്നാമത്തെ ചോദ്യമുണ്ട്. ആള് ചോദിച്ചത്, ഇന്ന് ഇദ്ദേഹത്തെ പോലെയുള്ള ഒരാൾ ആരാണുള്ളത് എന്നാണ്. അതായത് നമ്മളെ റഹ്മത്തുള്ളാഹി ഖാസിമിയെ പോലുള്ള ഷെയ്ഖായിട്ടുള്ള ഒരാള് ആരാണുള്ളത്, അയാളെ പോലുള്ള ആളുകൾ ഷെയ്ഖായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെയാണ് ഒരാളുണ്ടോ. അപ്പോ ഇത് ലോകത്തിലുണ്ടോ എന്നാണോ അതല്ല കേരളത്തിലുണ്ടോ എന്നാണോ? രണ്ടിനും സാധ്യതയുണ്ട്. രണ്ടും ഇവര് വിശ്വസിക്കാനും സാധ്യതയുണ്ട്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഈ അക്താബുകളുടെ എല്ലാവരും ഒരുമിച്ച് കൂടിയാൽ പോലെ ഇവരുടെ ഒരു രോമത്തിന് തുല്യമാവുകയില്ല എന്നല്ലേ ഇവരുടെ വിശ്വാസം. അങ്ങനെ നോക്കുമ്പോ ഇദ്ദേഹം ഒരു ഷെയ്ഖാകുമ്പോ
ലോകത്തിൽ തന്നെ ഇദ്ദേഹത്തെ പോലെ ആളുകൾ ഉണ്ടാവുക എന്നുള്ളത് അതിന് സാധ്യത കുറവാണ്. ഇനി കേരളത്തിൽ ഉണ്ടോ എന്നും അയാൾ ചോദിച്ചതിന് സാധ്യതയുണ്ട്. കേരളത്തിലുണ്ടോ എന്ന്. അപ്പൊ അത് ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ഈ കേരളത്തിലെ പ്രബലമായ 2 സുന്നി സംഘടനകളാണല്ലോ സമസ്ത എന്ന് പറയുന്നത്. 2 സമസ്തകൾ, 2 സമസ്തകളും. അതിനെ ശുദ്ധീകരിക്കാൻ നിയോഗിക്കപ്പെട്ട ഒരാളെ പോലെയാണ് മൂപ്പര് സംസാരിക്കുന്നത്. വഹാബിസത്തിനെ ശുദ്ധീകരിക്കാൻ വേണ്ടി അതിൽ ചോദിക്കുന്നുണ്ട്. മറുപക്ഷത്ത്, മറുസമസ്തയിൽ ഒരു റഹ്മത്തുള്ള കാസിമി ഇല്ലാത്തത് അവരുടെ നഷ്ടമാണെന്ന് പറയുന്നത്. ഉൾക്കാഴ്ചയുള്ള ഒരാളും അവരുടെ കൂട്ടത്തിലില്ല. അപ്പൊ ഉൾക്കാഴ്ചയുള്ള ഒരാളും അവരുടെ കൂട്ടത്തിലില്ല. പിന്നെ റഹ്മത്തുള്ള കാസിമി അവരിൽ ഇല്ലാത്തത് അവർക്കൊരു നഷ്ടമാണ് എന്ന് പറയുമ്പോ അതിന്റെ എല്ലാം രണ്ടും കൂടെ ചേർത്ത് വായിക്കുമ്പോ എന്താ, ഉൾക്കാഴ്ചയുള്ള ആകെ ഒരു വ്യക്തിയാണ്. എന്നിട്ട് ഉടനെ പിന്നെ ഇദ്ദേഹം പിന്നീട് പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ എനിക്ക് ഉൾക്കാഴ്ചയുണ്ടെന്നൊന്നും പറയുന്നില്ല. ആദ്യം ഉൾക്കാഴ്ചയുണ്ടെന്നുള്ള സ്ഥിരപ്പെടുത്തി, എന്നിട്ട് പറയാണ് എനിക്ക് ഉൾക്കാഴ്ചയുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. എന്റെ മശായിഖന്മാർക്കാണ് ഉൾക്കാഴ്ചയുള്ളത്. നമ്മൾ ഈ മുമ്പ് പറയല്ല, അച്ഛൻ 10ആയത്തിലുമില്ല, ആ ഒന്ന് ഇട്ട് കൊടുത്ത്. ഇന്ന് ലോകത്ത് ഇന്ന് എല്ലായിടത്തും നമ്മൾ പല പ്രസ്ഥാനങ്ങളെയും കാണുന്നു. പക്ഷെ ആ പ്രസ്ഥാനങ്ങളിലൊക്കെ വഹാബി സ്വാധീനം വന്നു കഴിഞ്ഞു. സുന്നി പ്രസ്ഥാനങ്ങളുടെ ഉള്ളിൽ പോലും വഹാബിസം മുളച്ചു കഴിഞ്ഞു. ഇപ്പൊ ഞങ്ങളത് പൊളിച്ചിട്ടില്ല, ഞങ്ങളങ്ങനെ, അതൊക്കെ അവർക്ക് അകക്കണ്ണില്ലാത്തത് കൊണ്ടാണ്. ചില ആളുകൾ പറയുന്നുണ്ട് എന്താ ഇങ്ങനെ ഇന്നാലിന്നെ നിങ്ങളെ സംഘടനയിലല്ലേ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് ഞാൻ അവരെ കുറ്റം പറയല്ല, അവർക്ക് അന്തമില്ലാത്തത് കൊണ്ടാണ് പറയുന്നത്. അവരെ പ്രസ്ഥാനത്തിൽ ഇതിനേക്കാൾ വഹാബിസം കടന്നുകൂടിയിട്ടുണ്ട്. പക്ഷെ അത് മനസ്സിലാക്കാൻ അകക്കണ്ണ് ഉള്ള ഒരാൾ അവരെ കൂട്ടത്തിൽ ഇല്ലാതെ പോയതാണ് പ്രശ്നം. ഞാൻ സമസ്തക്കാരനാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അതിനെ ശുദ്ധീകരിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ഉത്തരവാദിത്തമാണ്. കാരണം ഞാനിൻ്റെ ആളാണല്ലോ. മറ്റൊന്നിനെ പറ്റി പറയാത്തത് അത് ശുദ്ധമാണ് എന്ന് അവർ ധരിക്കേണ്ട. അവരെ കൂട്ടത്തിൽ ഒരു റഹ്മത്തൊന്നും ഇല്ലാതെ പോയി എന്നുള്ളത് അവരുടെ നഷ്ടമാണ്. അതാണ് ഒരു പ്രശ്നം. ഞാൻ അകക്കണ്ണുണ്ട് എന്ന് പറയല്ല, എന്റെ മശായിഖന്മാർ അകക്കണ്ണുള്ളവരാണ്. അകക്കണ്ണുള്ള ഒരാള് അവരുടെ കൂട്ടത്തിലില്ല. പിന്നെ ഇദ്ദേഹം മാത്രമാണ് ഉള്ളത്. പക്ഷെ ഈ സമസ്തയില് ഇദ്ദേഹവും ഇല്ല. അതുകൊണ്ട് ഇവര് റഹ്മത്തുള്ള കാസിമി ഇല്ലാത്തത് ഈ സമസ്തയുടെ നഷ്ടമാണ്. ആകെ അകക്കണ്ണുള്ള ഒരൊറ്റ വ്യക്തി മാത്രമേ ഉള്ളൂ, മൂപ്പരാണ്. എന്നിട്ട് പിന്നെ പറയുന്നുണ്ട്, അകക്കണ്ണുള്ള ആളല്ല, ഞാൻ അകക്കണ്ണുള്ള ആളാണെന്ന് പറയുന്നില്ല, എന്റെ മശായിഖന്മാർക്കാണ് അകക്കണ്ണുള്ളത്. അല്ലാഹു തആല നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്ന ഒരു വലിയ ദൃഷ്ടാന്തമാണ്. ഈ ത്വരീഖത്ത് പിഴച്ചതാണ്. ഖുർആൻ പണ്ഡിതൻ എന്നറിയപ്പെട്ട ഒരു മനുഷ്യന്റെ അവസ്ഥ ഈ ത്വരീഖത്തിൽ ഈ മാലിന്യക്കുഴിയിൽ ചെന്ന് വീണതോടുകൂടെ ഇയാളുടെ അവസ്ഥ ഈ നിലയിലായിരിക്കുന്നു എന്ന് അല്ലാഹു തആല നമുക്ക് അറിയിച്ചു തരാണ്. അപ്പോ അടിസ്ഥാനം എന്താണ്? ഇസ്തിഖാമത്താണ്. അദ്ദേഹത്തിന്റെ വാക്കിലോ പ്രവർത്തനങ്ങളിലോ ചിന്തകളിലോ ഇസ്തിഖാമത്തില്ല. ഇൽമുണ്ടായത് കൊണ്ട് കാര്യമില്ല, ഇസ്തിഖാമത്ത് വേണമെന്ന്. അൽ ഇസ്തിഖാമത്ത് ഖൈറും മിൻ അൽഫി കറാമ. 1000 കറാമത്തിനേക്കാൾ ഉത്തമമാണ്, ഖൈറാണ് ഇസ്തിഖാമത്ത് എന്ന് പറയുന്നത്. ഇസ്തിഖാമത്ത് തെറ്റി ശരിയായ വഴിവിട്ട് തെറ്റിപ്പോകുന്നവൻ അവൻ ഇബ്ലീസിന്റെ അല്ലെങ്കിൽ ഷെയ്ത്താന്റെ കെണിയിൽപ്പെട്ടവനാണ്. അത് മഹാത്മാക്കൾ പറഞ്ഞിട്ടുണ്ടല്ലോ. എല്ലാ വിജയത്തിന്റെ അടിത്തറ ഏതാ? ഇസ്തിഖാമത്ത്. സിക്കന്ദരി തങ്ങള് പറയുന്നത് കാണാം, അസ്ലു കുല്ലി മാസിയത്തിൻ വ ശഹവത്തിൻ ഓഫിലത്തിൻ റിളാ അനിൻ നഫ്സ്. എല്ലാ തെറ്റുകളുടെയും എല്ലാ ഇച്ഛകളുടെയും പിന്നെ എല്ലാ അശ്രദ്ധകളുടെയും അടിത്തറ അസില് എന്താണ്? റിളാ, നഫ്സിനെ തൃപ്തിപ്പെടും. നഫ്സിൽ സംതൃപ്തി ഉണ്ടാവും, സ്വയമായിട്ട് മതിപ്പുണ്ടായിത്തീരും. ഞാൻ കുഴപ്പമൊന്നും ഇല്ലാത്ത ആളാണ്. മുസ്ലിമീങ്ങൾക്ക് പ്രശ്നമാണ്, അവര് സമസ്തക്കാര് പ്രശ്നത്തിലാണ്. അകക്കണ്ണുള്ള ഒരാൾ ആര് മാത്രമേ ഉള്ളൂ? അത് ഞാനാണ്. അതാണ് എല്ലാ മഅസിയത്തിന്റെയും അടിത്തറ. അതാണ് അന ഖൈറും മിൻ, ഞാനാണ് അവർ ആദം നബി അലൈഹി സ്വലാമിനെക്കാളും ഉത്തമൻ എന്നാരാ പറഞ്ഞത്? അന ഖൈറും മിൻ, ഞാൻ. അപ്പൊ യഥാർത്ഥ ത്വരീഖത്തുകാർ ആണെങ്കിൽ ഈ പറഞ്ഞതൊന്നും അവരിൽ നിന്നും ഉണ്ടാവും. അവരങ്ങേറ്റം കളിമത്തമുള്ളവരായിരിക്കും, വിനയാന്വിതന്മാരായിരിക്കും.
ആരെങ്കിലും സ്വന്തമായിട്ട് എന്തെങ്കിലും വിലയുണ്ടെന്ന് ആരെങ്കിലും ധരിച്ചാൽ അവന് തവാദുവിൽ നിന്ന് ഒരു നസീബും ഒരു ഓഹരിയും അവനില്ല. ഞാനൊരു കീമത്തുള്ള ആളാണ്, വിലയുള്ള ആളാണ് എന്ന് ആരെങ്കിലും ധരിച്ചാൽ അവന് തവാദു ഇല്ല. അബൂ യസീദ് റളിയല്ലാഹു അൻഹു പറയുന്നു, മാദാമൽ അബ്ദു യദുന്നു അന്ന ഫിൽ ഖൽഖി മൻ ഹുവ ശർറു മിൻഹു ഫഹുവ മുതകബ്ബിർ. സൃഷ്ടികളുടെ കൂട്ടത്തിൽ തന്നേക്കാൾ മോശപ്പെട്ട ഒരാളുണ്ടെന്ന് ആരെങ്കിലും ധരിച്ചാൽ അവൻ മുതകബ്ബിറാണ്. തന്നേക്കാൾ മോശമായ ആളാണ് മറ്റേ ആളെന്ന് ധരിച്ചാൽ അവൻ കിബറുള്ളവനാണെന്നാണ്. മൂസ ബിനുൽ ഖാസിം റഹിമഹുല്ല പറയുന്നു, ഞങ്ങളുടെ അടുക്കൽ ഭൂമികുലുക്കം ഉണ്ടായി. വരീഹുൻ ഹംറാവു, ചുവന്ന കാറ്റ്, കൊടുങ്കാറ്റുണ്ടായി. ഫദഹബ്തു ഇലാ മുഹമ്മദ് ബിൻ മുഖാത്തൽ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ചെന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു, യാ അബാ അബ്ദില്ല അന്ത ഇമാമുന, അങ്ങ് ഞങ്ങളുടെ ഇമാമാണ്. ഫദുല്ലാഹ അസ്സ വജല്ല ലന, ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് ദുആ ചെയ്യണം. അപ്പൊ ആ മഹാൻ എന്ത് ചെയ്തു? ഫബക്ക, കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ലൈതനി ലം അകുൻ സബബ ഹലാക്കിക്കും, ഞാൻ നിങ്ങളുടെ ഹലാക്കിന് കാരണമാകാതിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു. ഞാൻ മുഖേനയായിരിക്കും ഈ വിപത്തൊക്കെ ഇറങ്ങുന്നത് എന്നാണ് അവർ ധരിച്ചത്. മനസ്സിലായി? ഞാൻ നിങ്ങളുടെ ഹലാക്കിന് കാരണമാകാതിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു എന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഈ പറഞ്ഞ മൂസ ബിനുൽ ഖാസിം റളിയല്ലാഹു അൻഹു പറയാണ്, റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നവും, അങ്ങനെ ഉറക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ ഞാൻ സ്വപ്നം കണ്ടു. ഫഖാല, അവിടെ നിന്ന് പറഞ്ഞു, ഇന്നല്ലാഹ അസ്സ വജല്ല റഫഅ അൻകും, നിങ്ങളെ തൊട്ട് ആ വിപത്തിനെ, ആ ഭൂമികുലുക്കത്തിന്, ആ കൊടുങ്കാറ്റിനെ അല്ലാഹു തആല ഉയർത്തിയിരിക്കുകയാണ്. ബിദുആഇ മുഹമ്മദ് ബിൻ മുഖാത്തിൽ, മുഹമ്മദ് ബിൻ മുഖാത്തിൽ റളിയല്ലാഹു അൻഹു ദുആവാണ്. ഇതാണ് മഹത്തുക്കളുടെ സ്വഭാവം എന്ന് പറയുന്നത്. ഇഹ്യാ ഉലൂമുദ്ദീനിൽ ഇമാം ഗസാലി തങ്ങൾ ഉദ്ധരിച്ച കാര്യമാണ്. അപ്പൊ യഥാർത്ഥ ത്വരീഖത്തിന്റെ അഹ്ലുകാരാണെങ്കിൽ അവരിൽ ഉണ്ടാകുന്ന സ്വഭാവം ഇതാണ്. മറ്റത് ഈ തിജാനി ത്വരീഖത്തുകാരാണ് ഇതിന്റെ നേരെ വിരുദ്ധമാണ്. അവർ പഠിപ്പിച്ച ഉസ്താദന്മാർക്ക് അതറിയില്ല. അവരൊക്കെ നിസ്സാരന്മാരാണ്, വലിയ വലിയ പണ്ഡിതന്മാർ. അവരൊക്കെ വളരെ വളരെ നിസ്സാരന്മാർ. അവർക്കൊരു വിലയും അവർ കൊടുക്കൂല. അവരെ കുറിച്ച് എന്തെല്ലാം ആരോപണങ്ങൾ, ഇല്ലാത്ത കഥകൾ കെട്ടിച്ചമച്ച് പറയും. നിരന്തരം അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവരെ കുറിച്ച് ഗീബത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പണ്ഡിതന്മാരെ കുറിച്ചുള്ള ഗീബത്ത് എന്ത് ചെയ്യും? അതിൽ വിഷമുണ്ടെന്നാണ്. വിഷം അറിയാതെ കഴിച്ചാലും എന്ത് ചെയ്യും? ആള് മരിക്കും. ആഖിബത്ത് ചീത്തയായി പോകും. ദുന്യാവിലും ആഖിറത്തിലും നഷ്ടം സംഭവിക്കും. അല്ലാഹുവിലേക്ക് എത്തിച്ചേർന്നതിന്റെ എല്ലാത്തിന്റെ അടിത്തറ ഇസ്തിഖാമത്താണ്. ഇമാം ഖുശൈരി തങ്ങൾ പറയാം, അൽ ഇസ്തിഖാമത്തു വൽ അമലു അലാ മിൻഹാജി ശരീഅത്ത്, ശരീഅത്ത് പ്രകാരം അമൽ ചെയ്യുക, ഇസ്തിഖാമത്തോട് കൂടെ നടക്കുക. മൽ ഇഖ്തിദാഇ വൽ മുതാബഅത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്ഹാബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തുടരുന്നതിനോടുകൂടെ നബി തങ്ങളുടെ അസ്ഹാബികളെയും വസ്സലഫി സ്വാലിഹി മിൻ ഉമ്മത്തിഹി, അവിടത്തെ സലഫു സ്വാലിഹീങ്ങളുടെ ആയ ഉമ്മത്തുകളെയും പിന്തുടരുന്നതിനോടുകൂടെ. എന്നിട്ട് പറയുന്നതാണ്, വകുല്ലു മൻ ലിശ്ശറഇ അലൈഹി ഇഅ്തിറാദ്, ശറഇന്റെ വിമർശനത്തിന് വിധേയമായ, വഹുവ മംകൂറുൻ ബിഹി മുഖാദഉൻ, അവൻ വഞ്ചനയിൽ അകപ്പെട്ടവനാണ്, പിശാചിന്റെ ചതിയിൽ അകപ്പെട്ടവനാണ്. ശറഇന്റെ വിമർശനം, ശറഅ് അയാളുടെ പ്രവർത്തനത്തിന് അംഗീകരിക്കുന്നില്ല, ശറഅ് അയാളുടെ പ്രവർത്തനത്തിനോട് എതിരാണ്. അയാളുടെ വാക്കിനെ അംഗീകരിക്കുന്നില്ല, അയാളുടെ പ്രവർത്തനത്തിന് അംഗീകരിക്കുന്നില്ല. ശറഇന്റെ വിമർശനത്തിന് അയാൾ വിധേയനാണെങ്കിൽ അയാൾ പിശാചിന്റെ വലയിൽ കുടുങ്ങിയിട്ടുണ്ട്, വഞ്ചിതനാണ് എന്ന് മനസ്സിലാക്കണം.